കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിസിയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിസിയുടെ നടപടിക്കെതിരെ ഇന്നും രാജ്ഭവനിലേക്ക് എസ്എഫ്ഐ മാർച്ച് നടത്തും. സിൻഡിക്കേറ്റ് ചേരാത്ത അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്ന സർവകലാശാല നിയമത്തിലെ വകുപ്പ് അനുസരിച്ചാണ് വിസിയുടെ നടപടി. എന്നാൽ അത്തരം അടിയന്തര സാഹചര്യം നിലവിൽ ഇല്ലെന്നാണ് രജിസ്ട്രാറും സർക്കാരും പറയുന്നത്. രജിസ്ട്രാറിന് തുടരാമെന്ന സന്ദേശം സർക്കാർ നൽകുന്നുണ്ട്. അവധിയിൽ പോയ വിസി മോഹൻ കുന്നുമലിന് പകരം രാജ്ഭവൻ ചുമതല നൽകിയ വിസി സിസ തോമസിനെതിരെയും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി സർവകലാശാല കവാടത്തിന് മുകളിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ബിനോയ് തന്നെയാണ് ചേരുന്നത്. ബിനോയ്, കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായ രംഗങ്ങളാണ് വീണ്ടും നടന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ നിലവിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ സർക്കാർ ഇതിന് രജിസ്ട്രാർക്ക് യോജിച്ച് തന്നെയുള്ള നടപടിയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിലവിൽ എസ്എഫ്ഐയുടെ പ്രതിഷേധം കടുക്കാനും സാധ്യതയുണ്ട്. വിശദാംശങ്ങൾ. നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരും വിവിധ ഇടതുപക്ഷ സംഘടനകളും തയ്യാറെടുക്കുന്നത്. കാരണം ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് എസ്എഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ മുന്നിൽ ഉള്ളത്. അത്തരത്തിലൊരു നീക്കം തന്നെ അവർ നടത്തുകയും ചെയ്തു. കാരണം അപ്രതീക്ഷിതമായിരുന്നു കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തത്. അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിയാത്ത സമയത്ത് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം, അത്തരം ഒരു തീരുമാനം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അത് ഒരിക്കൽ പോലും സംഘടനകൾ പ്രതീക്ഷിക്കാത്ത ഒരു നടപടിയായിരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. അങ്ങനെ ഒരു നടപടി വന്ന സാഹചര്യത്തിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം SFIയും DYFIയും ഒപ്പം സർവകലാശാലയിലെ യൂണിയനുകളും എല്ലാം ചേർന്ന് ഗവർണർക്കെതിരെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തായിരുന്നു പ്രതിഷേധം ശക്തമാക്കിയത്. SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ച് രാജ്ഭവന്റെ മുന്നിൽ ഉയർത്തിയിരുന്ന ബാരിക്കേഡുകളും തകർത്ത് മുന്നോട്ട് നീങ്ങിയെങ്കിലും പിന്നീട് പോലീസ് തടഞ്ഞു. തൊട്ടു പിന്നാലെ DYFIയും വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നും SFIയുടെ പ്രതിഷേധം ഉണ്ടാകും. അതും രാജ്ഭവനിലേക്കാണ്. ഇത്തരത്തിൽ രാജ്ഭവനും സർക്കാരുമായി വലിയ തരത്തിലുള്ള ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിയമപരമായി ഇതിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഒപ്പം രജിസ്ട്രാറും ആലോചിക്കുന്നത്. സിൻഡിക്കേറ്റിന്റെ പൂർണ്ണ പിന്തുണ രജിസ്ട്രാർക്കുണ്ട്. കാരണം ഇന്ന് രജിസ്ട്രാറെ ജോലിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംഘടനകൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഒരു പക്ഷേ സർവകലാശാല എത്തിയാൽ ആരും തടയുകയില്ല. പക്ഷേ നിയമപരമായി ആ നീക്കങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള രജിസ്ട്രാർക്ക് തന്നെ അറിയാം. എന്തായാലും രജിസ്ട്രാർ ഇന്ന് സർവകലാശാലയിൽ എത്തും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ SFI വലിയ തരത്തിലുള്ള ഒരു ബാനർ ഗവർണർക്കെതിരെ സർവകലാശാല കവാടത്തിൽ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം ഒരു തുറന്ന പോരിന് ഗവർണർക്കെതിരെ ഒരു തുറന്ന പോരിന് സംസ്ഥാനത്തെ സർക്കാരും വിദ്യാർത്ഥി സംഘടനകളും തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടി നൽകുന്നതാണ് ഇത്തരത്തിലുള്ള ബാനറുകൾ. ഈ പ്രതിഷേധം ഇവിടെ മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും SFI ഇത്തരത്തിൽ ഗവർണർക്കെതിരെയുള്ള വലിയ പ്രതിഷേധം സംഘടിപ്പിക്കും. എന്നാൽ ഈ ഭാരതാംബ വിവാദവുമായി കഴിഞ്ഞ 2-3 ആഴ്ചയായി കത്തി നിൽക്കുന്ന പ്രശ്നങ്ങൾ അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഗവർണറുടെ അല്ലെങ്കിൽ രാജ്ഭവനിൽ ആദ്യം ഈ വിവാദത്തിന് തുടക്കം കുറിച്ചത് കൃഷിമന്ത്രിയായിരുന്നു. അവിടെ അദ്ദേഹം ഒരു വനം വന്യജീവി ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഭാരതാംബയുടെ ചിത്രം അവിടെ കാണുന്നതും. തൊട്ടു പിന്നാലെ ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താതെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വിയോജിപ്പ് അറിയിച്ച് പുറത്തേക്ക് വരികയായിരുന്നു. അദ്ദേഹം പോയില്ല എങ്കിൽ പോലും അത് കൃഷിവകുപ്പ് ഇടപെട്ടുകൊണ്ട് ആ പരിപാടി റദ്ദ് ചെയ്യുകയായിരുന്നു. പിന്നീട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മരം നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെ മന്ത്രി VC ശിവൻകുട്ടി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് ഒരു പരിപാടിക്ക് എത്തിയപ്പോഴും ഭാരതാംബയുടെ ചിത്രം അവിടെ ഉണ്ടായിരുന്നു. അവിടെയും അത് വിവാദമായിരുന്നു. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രസംഗം അവിടെ നടത്തിയതിനു ശേഷം പിന്നീട് രാജ്ഭവൻ വിട്ട് പുറത്തേക്ക് പോയി. അത് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഗവർണർ
ഗവർണറെ അവഹേളിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. അതിനെല്ലാം പിന്നാലെയാണ് സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം ഉയർത്തിക്കൊണ്ട് പത്മനാഭ സേവാ സമിതി അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരനുഭവങ്ങൾ ഉണ്ടായവരെ അവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അതിൽ ഗവർണർ പങ്കെടുത്തു. എന്നാൽ ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടി നേരത്തെ അറിയിക്കാതെ രജിസ്ട്രാർ റദ്ദ് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടാണ് രജിസ്ട്രാർക്കെതിരെ ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ നടപടി, അതായത് ഈ റിപ്പോർട്ട്, വൈസ് ചാൻസലർ നൽകിയ റിപ്പോർട്ടിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധ സ്വരം ഉയർത്തിയിരുന്നു. അത് തൊട്ടു പിന്നാലെ വൈകുന്നേരത്തോടു കൂടിയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വൈസ് ചാൻസലറുടെ കത്ത് പുറത്തേക്ക് വരുന്നത്. അത് ആ സസ്പെൻഷൻ നടപടിക്ക് തൊട്ടു പിന്നാലെ അദ്ദേഹം റഷ്യയിലേക്ക് കേരള സർവകലാശാല VC-യുടെ ചുമതല നൽകിയിരിക്കുന്നു. അവർ ഇന്ന് ഏതെങ്കിലും കാരണവശാൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ശക്തമാവും. അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് എത്ര കണ്ട് അതിന്റെ വ്യാപ്തി ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇന്നും ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഗവർണറും സർക്കാരും ഒരു തുറന്ന പോരിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഗവർണർ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നില്ല എന്നൊരു പരാതി രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 6 പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് രാജ്ഭവൻ നൽകിയ പേര്, ആ പട്ടികയിലുള്ള 6 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ജൂൺ 25-ാം തീയതി നിയമിച്ചെങ്കിലും പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടുകൊണ്ട് അത് പിൻവലിക്കുകയായിരുന്നു. പകരം സർക്കാരിന് താല്പര്യമുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ ഒരു നീക്കം നടത്തിയെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറി. നിലവിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ രാജ്ഭവനും സർക്കാരും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ മുതൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും നീങ്ങിയിരിക്കുന്നത്. ഇന്ന് 10 മണി കഴിയുമ്പോഴേക്കും SFIയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മാർച്ച് രാജ്ഭവനിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം രാജ്ഭവനിലേക്കുള്ള മാർച്ച് നിരന്തരം നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം രാജ്ഭവന് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ സുരക്ഷ വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. ഇനി ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം തെരുവിലുണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടി വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാകുന്നു. കാരണം നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പല സ്ഥലങ്ങളിൽ വഴിയിൽ തടയുകയും കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം തെരുവിലിറങ്ങി സ്വതന്ത്രമായി സഞ്ചരിച്ചുകൊണ്ട് സർക്കാരിന് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര് അതിശക്തമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. സർക്കാരിന്റെ ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇനി ബില്ലുകൾ പലതും ഒപ്പിടാനായിട്ടുണ്ട്. ആ ബില്ലുകളും തന്നെ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. പലതും രാഷ്ട്രപതിക്ക് അയക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതിനെല്ലാം ഉപരിയായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാതെ അത് പിന്തള്ളുന്നൊരു നിലപാട് ഗവർണറും സ്വീകരിക്കുന്നു. അങ്ങനെ സംസ്ഥാനം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സർക്കാർ ഗവർണർ പോരിന് സാക്ഷിയാവുകയാണ് കേരളം. അജ്ന, ഗവർണർ സർക്കാർ വിവാദം തുറന്ന പോരിലേക്ക് കടുത്തിരിക്കുകയാണ്. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ SFIയുടെ ബാനറുകൾ പൊങ്ങിക്കഴിഞ്ഞു. VC-യുടെ നടപടിക്കെതിരെ ഇന്നും രാജ്ഭവനിലേക്ക് SFI മാർച്ച് നടത്തും. രാജ്ഭവനിലെ മുന്നിൽ വന്ന ബാനറുകൾ RSS തിട്ടൂരമല്ല എന്നതടക്കമാണ് ബാനറിൽ എഴുതിയിരിക്കുന്നുണ്ടായിരുന്നത്. സിൻഡിക്കേറ്റ് ചേരാത്ത അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്ന സർവകലാശാല നിയമത്തിലെ വകുപ്പനുസരിച്ചാണ് VC-യുടെ നടപടി. എന്നാൽ അത്തരം അടിയന്തര സാഹചര്യം നിലവിൽ ഇല്ലെന്നാണ് രജിസ്ട്രാറും സർക്കാരും പറയുന്നത്. നിലവിൽ രജിസ്ട്രാറിന് തുടരാമെന്ന സന്ദേശം സർക്കാർ നൽകുന്നുണ്ട്. അവധിയിൽ പോയ VC മോഹൻ കുന്നുമലിന് പകരം രാജ്ഭവൻ ചുമതല നൽകിയ VC സിസ തോമസിനെതിരെയും പ്രതിഷേധത്തിന് വലിയ സാധ്യത കാണുന്നുണ്ട്. ഇന്നലെ രാത്രി സർവകലാശാല കവാടത്തിന് മുകളിൽ ഗവർണർക്കെതിരെ SFI ബാനർ ഉയർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് 10 മണിക്ക് SFIയുടെ മാർച്ച് അടക്കം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ബിനോയിയാണ് വിശദാംശങ്ങൾ നൽകിയത്.